ഇനി ഓക്കെ, നിങ്ങളെല്ലാവരും സ്നേഹിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ? സ്നേഹിക്കാത്തവരാരും ഇല്ലല്ലോ? ഒന്ന് കമന്റ് ചെയ്യാവോ? സ്നേഹിക്കാത്തവരുണ്ടോ അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാവോ? സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങളെ സ്വയം സ്നേഹിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടോ. നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വലിയ മാറ്റങ്ങളിൽ അതുപോലെ തന്നെ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വന്നു തുടങ്ങുന്നത്. അപ്പം ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇന്നത്തെ ടോപ്പിക് സെൽഫ് ലവ് ആണ്. അപ്പം ഈ ഒരു ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഓഡിയബിൾ അല്ലേ? ഓക്കെ, ഈ ഒരു ടോപ്പിക് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് 2-3 സെഷൻ എടുത്തിട്ടുണ്ട്. ഷെഫീഖ് സാറാണ്. സാറ് സെയ്തൂൻ ഇന്റർനാഷണൽ ക്യാമ്പസിന്റെ ചീഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഷെഫീഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ സർ. Hello everyone, good morning. Good morning, sir. Good morning, sir. നമ്മൾ എന്നത്തെയും പോലെ പുതിയ ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനിലാണ്. എല്ലാവരെയും ഈ നല്ല പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് സേഫ് സാറുടെ കൂടെ ബി മാജിക്കിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഉണ്ടാവുന്ന ഡെയിലി എനർജി ബൂസ്റ്റിംഗ് സമയമാണിപ്പോ. അപ്പോ പരസ്പരം ഈ ഓൺലൈനിലൂടെ ആണെങ്കിലുള്ള ഈ എനർജി ബൂസ്റ്റിംഗ് സെഷനിൽ വന്ന് ഓരോ ദിവസം ധന്യമാക്കണം. ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളെ ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാണ്. എനിവേ, നേരത്തെ മാമ പറഞ്ഞ പോലെ സെൽഫ് ലവ് എന്ന വിഷയത്തിലുള്ള വളരെ കുറഞ്ഞ സമയത്തെ ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. ഇനി ആരെങ്കിലും വരാനൊന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. സെൽഫ് ലവ് പിന്നെ ഒരു ചിന്തകൾക്ക് വിധേയമാക്കുക എന്നത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യേണ്ടതുള്ളൂ. നമ്മൾക്ക് കേട്ടാൽ പരിചയമില്ലാത്തൊരു പദമല്ല. അതല്ലെങ്കിൽ ഒറ്റവാക്കിൽ നിങ്ങൾ സെൽഫ് ലവ് സാധ്യമാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ലോകത്ത് ആരും ഉണ്ടാവില്ല. കാരണം നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണല്ലോ. അതുകൊണ്ടൊരു പ്ലെയിൻ ഡയലോഗാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന എന്നുള്ള ധാരണയിലായിരിക്കും എന്നതാണ് പുതിയൊരു കാഴ്ചപ്പാടിന് രൂപപ്പെടുത്താനോ അല്ലെങ്കിൽ പുതിയൊരു ഫിലോസഫി പറയാനോ പുതിയ കുറെ ഡാറ്റകൾ സമർപ്പിക്കാനൊന്നും അല്ല. കുറെ നല്ല അലൈൻ ചെയ്ത പുതിയ ചിന്തകൾ പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു സബ്ജക്ട് കുറച്ചും കൂടി അങ്ങനത്തെ ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യാൻ കാരണം വ്യത്യസ്തമായ രൂപത്തിൽ നല്ല എനർജികൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്ന ഒരു മനോഹരമായ സിസ്റ്റത്തിലാണ് നമ്മളുള്ളത്. ഓരോ ദിവസവും ഓരോ നല്ല രസകരമായ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുറെ നല്ല ചർച്ചകൾ നടക്കുന്ന ഒരു സ്പേസിൽ വന്നുകൊണ്ട് വളരെ ക്രൈമായിട്ടുള്ള ചില ചിന്തകൾ മാത്രമാണ് ഇന്ന് പങ്കുവെക്കുന്നതെന്നാണ് അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളെ സ്വന്തത്തെ സ്നേഹിക്കുക എന്നതാണ്. അതെങ്ങനെയാണ് സാധ്യമാവുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏത് അർത്ഥത്തിലാണ്, അതിന്റെ ഒരു ഇമ്പാക്ട് എന്ത്? ഇത്തരം വിഷയങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കാനുണ്ടാവുക. ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മള് സെൽഫ് ലവ് സാധ്യമാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ശരിക്കും നമ്മൾ ഇതിനകത്തൊരു ക്രിറ്റിസിസം നടത്തുക എന്നത് മാത്രമാണ് ഇതിന്റെ താല്പര്യം. കാരണം അങ്ങനെ ഒരു ക്രിറ്റിസിസം നടന്നാൽ തന്നെ ഒരു പരിധി വരെ ഈ വലിയ ആശയത്തെ ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ബ്രേക്ക് ചെയ്യാം. നമ്മുടെ ഓരോ മൂമെന്റ്സ് ഇതിനു വേണ്ടി കൂടി നമുക്ക് സാധ്യമാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾക്ക് പ്രണയം വേണം, ഇഷ്ടം വേണം, ലവ് പരസ്പരം ഷെയർ ചെയ്യണം എന്നതൊരു ജനറൽ കൺസെപ്റ്റാണ്. നമ്മൾ ജീവിതത്തിൽ
ആരോടൊക്കെയാണ് തീവ്രമായി സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നതൊന്ന് നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് നിന്നൊന്ന് പറയാൻ ശ്രമിച്ചാൽ എനിക്ക് റാഹത്തായി. ആരോടൊക്കെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിന് വേണ്ടി മാത്രമാണ്. 1-2 കമന്റുകൾ എനിക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഒന്ന്, വിഷയം ഇതാണ്: നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരായവരാണ്. അത് നമ്മൾ ആരോടൊക്കെ ചെയ്യുന്നുണ്ട്, ഏത് രൂപത്തിലൊക്കെ നമ്മളത് ചെയ്യുന്നു എന്നത് ഒരു 3 പേരെങ്കിലും എനിക്കൊന്ന് ജസ്റ്റ് ഒരു കമന്റ് ചെയ്ത് തരണം, ഒരു ഫീഡ്ബാക്ക് അച്ഛനോട് പറഞ്ഞു തരണം. അച്ഛനോട്, അച്ഛനോട് അമ്മയോട്, മക്കളോട്, ഭർത്താവിനോട്, എങ്ങനെയാണ് മാം നമ്മുടെ നമുക്കിത് നമ്മളെ സ്നേഹം പ്രകടി- സഹോദരങ്ങൾ. എങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അത് വാക്കുകളിലൂടെ ആവാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രവൃത്തികളിലൂടെ ആവാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാവാം. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാമല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഗാന്ധിജിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ദിവസമായിട്ട് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഓരോ അദ്ദേഹം പറഞ്ഞിരുന്ന ഓരോ വാക്കുകളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഉച്ചരിക്കാറുണ്ട്. പിന്നെ നമ്മൾ ദേശീയ ഗാനം ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തെ സ്മരിക്കാറുണ്ട്. നമ്മള് സ്നേഹം സ്നേഹിക്കുന്നു എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് സ്നേഹപ്രകടനങ്ങൾ സാധ്യമാവുന്നു എന്നതാണ്. സ്നേഹിക്കുന്നു എന്നതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് സ്നേഹ പ്രകടനങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞാല്, നമ്മള് നിലവിൽ ബാധ്യസ്ഥപ്പെട്ടു സ്നേഹിക്കുന്നവരാണ് നമ്മുടെ രക്ഷിതാക്കള്. ബാധ്യതപ്പെട്ടു സ്നേഹിക്കുന്നവരാണ്. ഓപ്ഷൻ ഇല്ലാതെ നിർബന്ധമായിട്ടും സ്നേഹിക്കപ്പെടേണ്ട ഒരു ഒരു വയേർഡ് കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ് പാരന്റ്സുമായി ബന്ധപ്പെട്ടുള്ളത്. അതല്ലാത്ത എല്ലാ പ്രണയങ്ങളും അല്ലെങ്കിൽ എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് ചോയ്സ് ആണ്. സാധ്യമാവുന്നു എന്നത് വേറെ സത്യം. ആ ചോയ്സ് ഒക്കെ നടക്കുന്നു. ഈ പ്രണയങ്ങളെല്ലാം, ഈ സ്നേഹങ്ങളെല്ലാം പ്രാക്ടിക്കലി സാധ്യമാവുന്നു എന്നത് കൊണ്ട് മാത്രം ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇതിനർത്ഥം നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു ഇമോഷൻ മാത്രമല്ല. നമ്മൾക്ക് അമേരിക്കയിലുള്ള ഒരു ഇന്ന ആളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവരും അത് അറിയുന്നില്ല, നമ്മൾ അത് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ അത് സ്നേഹമല്ല എന്നതാണ് സത്യം. വൺ സൈഡ് ലവ് അതൊരു നിലനിൽപ്പില്ലാത്ത ഒരു സാധനമാണ്. നമ്മൾ വഴിയിൽ കണ്ട പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നുവെങ്കിൽ ആ ഇഷ്ടം ഉള്ളിലുള്ള എന്തോ ഒരു ഇമോഷൻ മാത്രമാണെങ്കിൽ അത് ഇഷ്ടമല്ല എന്നതാണ് സത്യം. അപ്പൊ ലവ് എന്ന് പറയുന്നത് തീർത്തും എക്സ്പീരിയൻസ് ചെയ്യപ്പെടേണ്ട, പ്രകടിപ്പിക്കപ്പെടേണ്ട ഒരു ഇമോഷനാണ്. ഈ പ്രകടനത്തെയാണ് ശരിക്ക് ലവ് എന്നതായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ആ അർത്ഥത്തിൽ ഡിഫൈൻ ചെയ്യുമ്പം സെൽഫ് ലവ് നമ്മൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു അന്വേഷണം, ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. സെൽഫ് ലവ് ഉണ്ടെങ്കിലാണ് ഒരുപാട് സാധനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നത് മറ്റുള്ള സ്നേഹത്തിന്റെ വിഷയങ്ങളോട് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴാണ്. ഞാനങ്ങനെ ഇതൊരു ഒരു ഫിലോസഫി പോലെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോവിൽ പറയുന്നത്. മറ്റുള്ള പ്രണയങ്ങളോട്, മറ്റുള്ള സ്നേഹങ്ങളോട് കമ്പയർ ചെയ്യുമ്പോഴാണ് സെൽഫ് ലവ് നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഇമ്പാക്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മള് മറ്റൊരാളോട് നമ്മൾക്ക് എന്തെങ്കിലും സ്നേഹം തോന്നുന്നുവെങ്കിൽ അയാളോട് നമുക്ക് കോൺഫിഡൻസ് തോന്നും എന്നതാണ്. ഒരു ഉമ്മയുടെ മക്കളോട് അമിതമായ സ്നേഹം ഉണ്ടെങ്കിൽ ആ മക്കളെല്ലാം ചെയ്യുമെന്ന ബോധ്യം ഉമ്മാക്കുണ്ടാവും. ഞാനിവിടെ ഒരു സ്കൂളിൽ
ദേവനാണ്. അഡ്മിഷന്റെ സമയത്ത് എൻ്റെ അടുത്ത് പറയുന്ന മുഴുവൻ പാരൻസിന്റെയും ഒരു ഡയലോഗ്, അവള് നന്നായി പഠിക്കും സർ, അവൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും സർ. ഇത് പറയാത്ത ഒരു പാരന്റും ഇല്ല. വസ്തുത, അവളുടെ ടെസ്റ്റ് നടത്തിയാൽ ടോട്ടലി ഫെയിൽ ആവാറുണ്ട്. പക്ഷെ എൻ്റെ മകൾ ഉഷാറാണ്, എൻ്റെ മകൾക്കെല്ലാം കഴിയും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിലും മാതാവിലും ഉണ്ടാവുന്നത് അവരോടുള്ള അമിതമായ സ്നേഹത്തിന്റെ ഇമ്പാക്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? സത്യസന്ധമായി പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മൾ ഒരാളോട് തീവ്രമായ പ്രണയം ഉണ്ടായാൽ അയാൾക്ക് എല്ലാം കഴിയുമെന്ന ഒരു മിഥ്യാധാരണ നമ്മൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അയാൾക്ക് കഴിയുന്നതിന് സമ്പൂർണമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഇത് ഒരു ലവ് എന്ന ഡയലോഗിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സ്നേഹം, ഒരു നല്ല രക്ഷിതാവ് തൻ്റെ മകളോട് നടത്തുന്ന സ്നേഹം നമ്മൾ നമ്മളോട് നടത്തുന്നുണ്ട് എങ്കിൽ നമ്മളിലുള്ള കഴിവിനെ നമ്മൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ കഴിയും, നമ്മളിലുള്ള കപ്പാസിറ്റിയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതൊന്നുമല്ല സാറേ, അവള് ശരിക്കും നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല പഠിക്കാൻ കഴിയുമെന്ന് നമ്മളെ കുറിച്ച് നമ്മൾ പറയാത്തത് നമ്മളോട് ആത്മാർത്ഥമായ നമുക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് ഇതിനകത്ത് ഒരു പുതിയതായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ചിന്ത. നമ്മളെല്ലാവരും, നേരത്തെ മാം ചോദിച്ചു ഇതിനകത്ത് സ്വന്തം ഇഷ്ടമുള്ള സെൽഫ് ലവ് സാധ്യമാവുന്നത് ആരൊക്കെയാണ്? എല്ലാവർക്കും യെസ് എന്ന് കമന്റ് പറയാനേ കഴിയൂ. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ ഈ പറയപ്പെട്ട രൂപത്തിൽ സെൽഫ് ലവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു സാധനത്തിലേക്ക് പോയാൽ, നമ്മളെ മക്കളോട് അമിതമായ സ്നേഹമുള്ള, ആത്മാർത്ഥമായ സ്നേഹമുള്ള നമ്മളെ മക്കളോട് അവർ കുറെ ആവശ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു, കുറെ താല്പര്യങ്ങൾ അവർ നമ്മളോട് പറയുന്നു. എനിക്കത് വേണം, ഇത് വേണം. അപ്പോ ഓർമ്മ ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു സെഷനിൽ, ഏതോ ഒരു സെഷനിൽ ഡിറ്റോക്സുമായി ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ ഞാൻ നടത്തിയിരുന്നു. അപ്പൊ അതിനകത്ത് ഡോപാമിൻ രൂപപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ഏരിയകളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇൻസ്റ്റന്റ് പ്ലഷേഴ്സിനെ രൂപപ്പെടുത്തുന്ന കുറെ സന്തോഷ നിമിഷങ്ങളും, മറ്റൊന്നൊരു ഡിലേഡ് പ്ലഷറുകളാണ്. കുറെ ലോങ് ടേമിലേക്ക് വരുന്ന കുറെ സംഗതികൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഭാവിയിൽ നമ്മൾ സേഫ് ആവുന്നത്, വർഷങ്ങൾ സമയമെടുത്ത് നമ്മളിൽ രൂപപ്പെടുന്നതൊക്കെ ഈ ഡിലേഡ് പ്ലഷേഴ്സ് ഉണ്ടാക്കുന്ന രംഗമാണെന്നും, ഇൻസ്റ്റന്റ് ആയിട്ടില്ല, ഇപ്പൊ കിട്ടണം, ഇപ്പൊ ആസ്വദിക്കണം, ഈ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ഉണ്ടാവണം എന്ന് താല്പര്യമുള്ളത് പിന്നെ ഇൻസ്റ്റന്റ് പ്ലഷേഴ്സ് ആണെന്നും, അതിനല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് പറഞ്ഞു. ഇതിനെ അതിലോട്ട് കണക്ട് ചെയ്യാണ്. നമ്മുടെ മക്കൾ നമ്മളോട് ഇപ്പൊ എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാറില്ല. ഇപ്പൊ എനിക്ക് ഇന്നത് കഴിക്കണം എന്ന് പറഞ്ഞ് ഐസ്ക്രീം നിരന്തരം ചോദിക്കുമ്പോൾ നമ്മൾ സാധ്യമാവുന്ന പരിധിക്കപ്പുറം കൊടുക്കൂല, സാധ്യമാവുന്ന രൂപത്തിൽ കൊടുക്കുമെങ്കിലും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് അപകടമുള്ള ഒരു സാധനത്തെ നമ്മൾ കൊടുക്കൂല. ഡിലേഡ് പ്ലഷേഴ്സിന് മാത്രമാണ് മക്കളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് ആത്മാർത്ഥമായ ഒരു ലവ് ഇമ്പാക്റ്റ് ആണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഈ ലവ് നമ്മളോട് നമ്മൾ കാണിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾക്ക് ഇപ്പൊ അനാവശ്യമായ ഒരു സാധനത്തിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാവുന്ന വിഷയത്തിലേക്ക് മാത്രം നമ്മൾ കാണും. ദിവസം കഴിഞ്ഞാൽ അപകടകരമായി പോകുന്ന ഒരു സാധനത്തെ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതൊക്കെ ഈ രൂപത്തിലുള്ള ലവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. ടു ബി ഫ്രാങ്ക്, നമ്മൾ നമ്മളെ മക്കളെ പോലെ സ്നേഹിക്കാൻ ഇതുവരെ നമ്മളിൽ പ്രാപ്തമായിട്ടില്ല എന്ന ഒരു സത്യത്തെ, ഒരു ചിന്തയെ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു കോർ വിഷയത്തിലേക്ക് വരാം. അവനവന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഇതിനകത്തൊരു ഒരു സെൽഫ് ലവിടെ ഒരു പ്രധാന സാധനം. ലവ് എന്ന് പറഞ്ഞാൽ ലവ് എക്സ്പ്രഷൻ ആണ് എന്നും, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫിനോട് ലവ് കാണിക്കുക എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സെൽഫ് ലവിനെ പോലെ പ്രധാനമാണ്, അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നത് സെൽഫ് കെയറിൽ നിന്നും ഉണ്ടാവുന്നതാണ് എന്നാണ് നമുക്ക് ഇതിനകത്ത് നിർവചിച്ചെടുക്കേണ്ട ഒരു സാധനം. നമുക്കൊരാളോട് ഇഷ്ടമാണ്, ആ ഇഷ്ടം നമ്മളെ ഉള്ളിൽ എവിടെയോ ഒരു വികാരമായി കിടക്കുന്നു എന്ന ഒരു
സാധനത്തെ, ഒരു ഇമോഷണൽ സാധനത്തെ അല്ല നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കേണ്ടതാണ്, പിന്നെ അത് പറയേണ്ടതാണ്, അതിന് വേണ്ടതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് സ്നേഹമാവുന്നുള്ളൂ എന്നതാണ്. നമ്മളെ ഭാര്യയോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇഷ്ടം ഒരു അണുമണി പോലും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേസ്റ്റ് ആണ്, സംശയമില്ല. ഉമ്മയോട് ഉണ്ടാവുന്ന സ്നേഹബന്ധത്തെ, ആത്മാർത്ഥമായ ചില താല്പര്യങ്ങളെ നമ്മൾ എനിക്ക് ഉമ്മയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മളെ വഴിയെ നടക്കുന്നതല്ല. ആ ഉമ്മ കുത്തം കൊടുക്കാനുള്ള ഒരു നല്ല സൃഷ്ടിക്കലാണ്, ആ ഉമ്മക്ക് സന്തോഷമാവുന്ന നല്ല വാക്കുകൾ കൊടുക്കലാണ്, അതും ആ ഉമ്മക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കലാണ്. എന്നതുപോലെ ലവ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് കെയർ എന്നതിലേക്ക് നമ്മൾ അതിനെ തർജ്ജമ ചെയ്യണം. സെൽഫ് ലവ് എന്നതിന് സെൽഫ് കെയർ എന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റണം എന്നതാണ് ഇതിനെ വഴിയെ നമുക്ക് കൊണ്ടുപോകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റസൂലിനെ നിൽക്കുന്ന സമയത്ത് കുറെ ആള് സമീപത്ത് സഹാബത്ത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റസൂൽ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന നല്ല മനുഷ്യര് സഹാബത്ത് എന്ന് പറയുന്നു. അവര് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരാള് തൊട്ടപ്പുറത്തുകൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് റസൂലിനോട് ഒരു സഹാബി പറയുന്നു, "യാ ഹൈസ, നെറ്റ്വർക്ക് ഇഷ്യൂ തോന്നുന്നു, ആളുടെ പോയല്ലോ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. സാർ റീജോയിൻ ചെയ്യുന്നതായിരിക്കും. 6 മണിക്കൊരു നെറ്റ് പ്രശ്നം വരുന്നതുകൊണ്ടാണ്. അതെ, ഓക്കെ ഫൈൻ. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഹബീബ്, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പൊ റസൂല് പറഞ്ഞു, എന്നിട്ട് അയാളോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഹദീസ് ഉണ്ട്. ഇല്ല, എന്ന് അയാളോട് പറയും, എനിക്ക് അയാളോട് ഇഷ്ടമാണ് എന്ന് അയാളോട് പറയും. ഇയാൾ ഓടിപ്പോകുന്നു, അയാളെ ഞാൻ ഈ ദൈവത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന അയാളെ ആലിംഗനം ചെയ്യുന്ന ഒരു രംഗത്ത് കോട്ടയിട്ടാണ് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ പ്രണയത്തെ നിങ്ങൾ പരസ്പരം തുറന്നു എന്ന് പറയുന്നത് എക്സ്പ്രഷൻ തന്നെയാണ് ലവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസ്ലാമിൽ പറയുന്ന പോലെ തന്നെ ബൈബിളിലുള്ള ഒരു കോട്ട് പറയാനുണ്ട്, നിന്നെ പോലെ ഷെഫിക് സാർ, ഡിസ്കണക്ട് ആയതാണോ സാറിന്? ഓക്കെ നിന്നെ സാർ, നീ ഒരു നിന്റെ മിനിറ്റ്. ഹലോ സാർ. ക്ലിയർ അല്ല. സാറിന്റെ സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ഇല്ലേ ഇപ്പൊ? ചില സമയത്ത് സൗണ്ട് ബ്രേക്ക് ആവാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം. ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ. നിന്നെ പോലെ നിന്റെ അയൽവാസിയെ നീ സ്നേഹിക്കുക എന്നത് ബൈബിൾ വചനമാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ പെട്ടല്ല എന്ന റസൂലിന്റെ വചനമാണ്. നിന്നെ പോലെ നിന്നെ അയൽവാസി സ്നേഹിക്കുക എന്നത് സത്യസന്ധമായി പറഞ്ഞാൽ നിന്റെ അയൽവാസിയെ സ്നേഹിക്കുന്നത് പോലെ സാർ വീണ്ടും ഡിസ്കണക്ട് ആയോ? ഓക്കെ ഫൈൻ. ഷെഫിക് സാർ, ഹലോ ഷെഫിക് സാർ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നണം. അതെ,
ഈ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടാവാറുണ്ട്. 6 മണിയായാല് നെറ്റ് കട്ടാവും. സാറിന്റെ പ്രോബ്ലം അതെ. സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ ഞാൻ ഓഡിബിൾ അല്ലേ സർ? ഓക്കെ. ഷെഫിക് സർ റീജോയിൻ ചെയ്യായിരിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. സർ മ്യൂട്ടാണ് സർ. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ കട്ടാവുന്നത് ഈ സമയം ആയതുകൊണ്ടാണോ? എന്താണ് പ്രശ്നം? എന്താ അറിയില്ല. സാറിന്റെ അവിടെ നെറ്റ് ഓക്കെ അല്ലേ? അവിടെ റേഞ്ച് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഇവിടെ നിലവിൽ പ്രശ്നം കാണുന്നില്ല. ഉണ്ടെങ്കിൽ അതെ, ഓക്കെ. സാർ എന്തായാലും നോക്കൂ, ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. എനിവേ, അപ്പൊ നമ്മൾ ഇതിനകത്ത് മറ്റൊരു ബാക്ക് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷന് നമ്മളൊരു സ്വാർത്ഥതയിലേക്ക് പോവുക എന്നതാണ് പിന്നീടുള്ള ഒരു സാധനം. സെൽഫ് ലവ് പിന്നെ ഈക്വൽ ടു സെൽഫ് കെയർ എന്ന് നമ്മൾക്ക് പറയാം. അതേസമയം സെൽഫ് ലവ് എന്നത് ഒരിക്കലും സെൽഫിഷ്നെസ് അല്ല എന്ന ഒരു ചിന്ത നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെൽഫിഷ് അല്ല, സ്വാർത്ഥമായിട്ട സംഗതിയല്ല, ഓനെന്നെ എല്ലാം എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്തയെ കൊണ്ടുവരേണ്ട സാധനമല്ല. നമുക്ക് വേണ്ടതെല്ലാം നമ്മളോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ഇമോഷനെയാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതേസമയം ഞാനാണ് പ്രധാനം എന്നുള്ള ഒരു പരിസരമൊക്കെ എനിക്ക് വേണ്ടി ആയിരിക്കണം, എന്നെ പ്രയോറിറ്റി കൊടുക്കണം എന്നതാണ് സെൽഫിഷ്നെസ്സിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടാണ് എന്നാണ് സെൽഫ് ലവിന്റെ പിന്നെ ഡെഫിനിഷൻ പറയേണ്ടടുത്ത് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം, നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങൾക്ക് പുറത്തൊരാൾ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണമെങ്കിൽ സെൽഫിലെ ഉള്ളിൽ പിന്നെ രൂപപ്പെടുത്തിയ ഒരാൾക്ക് അയാളെ സ്വന്തം ആശ്വസിപ്പിക്കാൻ കഴിയും. ഇവിടേക്കാണ് സെൽഫ് ലവിനെ കൊണ്ടുപോകേണ്ടത് എന്നതാണ്. മിക്ക ഗുഡ് ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ, നിനക്ക് ഇൻസ്റ്റന്റ് പ്ലഷറുകൾ പിന്നെ അതുപോലെ ലോങ് ടേം പ്രഷറുകൾ ഉണ്ടാക്കിയെടുക്കാൻ, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് സാധ്യമാവും എന്നതാണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഡ് ഇമോഷൻസിനെ, നിങ്ങൾ ഉള്ളിലുള്ള ഇമോഷൻസിനെ രൂപപ്പെടുത്തിയെടുക്കാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സെൽഫ് ലവ് എന്നതാണ്. സ്വാഭാവികമായിട്ടും ഇത് നിനക്ക് ആവശ്യമായതെല്ലാം, ഹെൽത്ത് നിനക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു. നിന്റെ മകന് പനി വന്നാൽ നീ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ നിനക്ക് പനി വരുന്നതിന്റെ മുന്നേ നിന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് സെൽഫ് ലവ്. സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും നീ മറ്റുള്ളവരെക്കാൾ പ്രയോറിറ്റി ചെയ്യപ്പെടണം എന്ന് പറയുന്നിടത്താണ്. നിന്റെ പിന്നെ പരിസരത്തുള്ള നിന്റെ സഹപാഠികൾക്കിടയിൽ നീയാണ് വലിയവൻ എന്ന ചിന്ത വരുന്നതാണ് സെൽഫിഷ്നെസ്. അതല്ല സെൽഫ് ലവ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഉള്ളത്. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ പ്രണയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത് മറ്റൊരാൾ എന്നെ കൊണ്ട് സന്തോഷിക്കണം എന്നതിന്റെ ഒരു ഡെഫിനിഷനാണ്. മറ്റൊരാൾ എന്നെ കൊണ്ട് സന്തോഷിക്കണം. സത്യത്തില് എൻ്റെ ഉമ്മയെ ഞാൻ സ്നേഹിക്കുന്നത് ഉമ്മ എന്നെ കൊണ്ട് സന്തോഷിക്കപ്പെടണം എന്ന താല്പര്യത്തിന്റെ പുറത്താണ്. എൻ്റെ മക്കളെ ഞാൻ തീവ്രമായി പ്രണയിക്കുന്നത് എൻ്റെ മക്കൾ എന്നെ കൊണ്ട് സന്തോഷിക്കണം എന്നിടത്താണ്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് എന്നെ കൊണ്ട് ഞാൻ സന്തോഷിക്കണം എന്ന ഒരു ചിന്തയാണ്. ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും സെൽഫ് ലവ് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത കുറെ പോയിന്റുകൾ പ്രാക്ടിക്കലി കൊണ്ടുവരുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുക എന്നതിലേക്ക് ഇതിന്റെ ഫംഗ്ഷൻ അതിനെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് എന്നാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സമയം പരിമിതമാണ്. നമുക്ക് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്,
സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക എന്നതാണ്. സെൽഫ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പരിമിതികളെ നമ്മൾ തിരിച്ചറിയുക, നമ്മളുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുക, ഇതിനെ കൃത്യമായി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് സെൽഫ് ലവിന്റെ ആദ്യത്തെ ഘടകം. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ നമ്മൾ സ്റ്റിൽ ഞാൻ എന്താണ് എന്ന് എന്റെ എല്ലാ മേഖലകളെയും ഡിഫൈൻ ചെയ്യാൻ എനിക്ക് കഴിയുക, എന്റെ പരിമിതികൾ, എന്റെ നന്മകൾ, എന്റെ കപ്പാസിറ്റികൾ കഴിയുക. ഇതിനകത്ത് എന്റെ കഴിവിനെ പറ്റി എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, എന്റെ മക്കളിൽ എന്തെങ്കിലും പാട്ടുപാടാനുള്ള കഴിവുണ്ടെങ്കിൽ അവരെ പാട്ടുകാരനാക്കണം എന്ന ത്വര എന്നിൽ ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇന്ന കപ്പാസിറ്റി ഉണ്ട്, അത് അവൾക്ക് പ്രൊമോട്ട് ചെയ്തു കൊടുത്താൽ അവൾക്കത് തൊഴിലവസരമാണ് എന്ന് ചിന്തിക്കുന്ന പോലെ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ മൈന്യൂട്ട് പോയിന്റ്സുകളെയും ക്രിറ്റിസിസം നടത്തി അതിനകത്ത് ഞാൻ എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റി എന്നതാണ് സെൽഫ് ലവ് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഘടകമായി കാണുന്നത്. രണ്ടാമതൊരു പോയിന്റ്, ഡെയിലി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ ഇടക്കിടക്ക് ഫോട്ടോ എടുത്ത് നോക്കും. നമുക്ക് അയാളോടുള്ള പ്രണയം കൊണ്ടാണ്. ഈ പ്രണയത്തിന്റെ ഇമോഷൻസ് അറിയുന്ന ആളുകൾക്ക് ഇതിന് കണ്ണും മൂക്കൊന്നും ഉണ്ടാവില്ല. ഇതൊരു ഫീലിങ്സ് ഗുഡ്, നമ്മളങ്ങനെ ആസ്വദിക്കുകയാണ്. കാമുകിയുടെ ഫോട്ടോ എടുത്ത് ഇടക്കിടക്ക് ഇങ്ങനെ തപ്പുന്നു, ഇഷ്ടപ്പെട്ട ഒരാളുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നത്, അതൊരു വല്ലാത്ത ഫീലിങ്സ് ആണ്. ഈ തരത്തിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുക എന്നതൊരു ഘടകമാണ്. നമ്മൾ അതിനുള്ള ടിപ്പായിട്ട് പറയുന്നത്, നിങ്ങൾ എന്നും കണ്ണാടിയിൽ പോയി നോക്കുകയും നിങ്ങളോട് തന്നെ റെസ്പെക്ട് കാണിക്കുക എന്നുള്ളതാണ്. മിറർ ഉപയോഗപ്പെടുത്തുന്നത് ശരിക്കും നമ്മൾ സാധാരണ മുടി ചീകാനാണ്, അല്ലെങ്കിൽ മുഖത്ത് മേക്കപ്പ് ചെയ്യാനാണ്. ഇതെന്തിനാണ്? ഇത് മറ്റൊരാളെ കാണിക്കാനാണ്. നമ്മൾക്ക് കാണാൻ 2 മിനിറ്റെങ്കിലും നമ്മളെ മുഖത്ത് നോക്കി ഒന്ന് മൗനം കൊണ്ട് സംസാരിക്കുക. നമ്മുടെ മുഖത്ത് നോക്കി നമ്മൾ ഇഷ്ടമുള്ള ഒരാളോട് നോക്കുമ്പോൾ അയാളുടെ ഒരു മോശവും നെഗറ്റീവ്സും എന്താടോ മുഖത്ത് ഒരു പുള്ളി എന്ന് നമ്മൾ പറയാറില്ല. കാരണം നമ്മളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾക്ക് അതിനെ മറികടക്കാൻ കഴിയും. എന്നതുപോലെ സ്വന്തത്തോട് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മളെ മുഖത്ത് കാണുന്ന പോസിറ്റീവുകളെ മാത്രമാണ്. ഈ ഒരു ടിപ്സ് ആണ് ഇതിനകത്തും ശ്രദ്ധിക്കേണ്ടത്. എന്ന പോലെ മിററിന് മുന്നിൽ നിന്നോട് സംസാരിക്കുക എന്നുള്ളതാണ്. സെൽഫ് ടോക്ക് ഒരു ഘടകമാണ്. നമ്മളോട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ തന്നെ വേണം. നമ്മൾ കാമുകിയോട് പോയി സംസാരിക്കുന്നത് പോലെ കുറച്ചൊക്കെ അവളോട് ഇരുന്ന് സഹവസിച്ചാൽ കിട്ടുന്ന സന്തോഷം പോലെ, നമ്മളുടെ കൂടെ നിഴലായി ഒരു പ്രണയമായി നമ്മൾ തന്നെ കൂടെ ഉണ്ട് എന്ന ഫീലിങ്സിലേക്ക് ഒരിക്കലും സെൽഫ് ലവ് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളൊന്നും പ്രാക്ടിക്കലി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അയാൾ അത് ട്രെയിൻ ചെയ്യപ്പെടണം എന്നതാണ്. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് സെൽഫ് ടോക്ക് നടത്തുക. കാമുകിയോട് സംസാരിക്കുന്നത് പോലെ നിന്നോട് സംസാരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാനിപ്പോ ഇങ്ങനെ ഗ്രൂപ്പിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്നും ചെയ്യുന്ന മെഡിറ്റേഷൻസും സാധനത്തിലൊക്കെ ഇപ്പം ഞാൻ സൗഭാഗ്യവാനാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ അത് ഈ അർത്ഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക കൃത്യമായിട്ടും നമ്മൾക്ക് സെൽഫ് ലവ് കൂട്ടാനുള്ള ഒരു ഘടകമാണ്. അതുപോലെ സ്വന്തത്തെ നമ്മൾ അഭിനന്ദിക്കുക. നേരത്തെ കണ്ണാടിയിൽ പോയി നിന്ന് കിട്ടില്ലേ, നമ്മളെ മറ്റൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ നേരിട്ട് പോയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനോട് നമ്മൾ കംപ്ലൈന്റ് ഇങ്ങനെ പറയുന്നതിലൊരു പരിധി ഉണ്ടാവും. കമ്പയർ ചെയ്യുക ഒരിക്കലും പാടില്ല. ക്രിറ്റിസിസം നടത്തുന്നതിനൊരു ലിമിറ്റ് വെക്കുക. ഇതൊക്കെ നമ്മളോടും ചെയ്യാന്നുള്ളതാണ്. ഒരിക്കലും ഒരു അമിതമായ അങ്ങനെ എന്ന് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനോട് നമുക്ക് പറയാൻ കഴിയില്ല. എന്നതുപോലെ നമ്മളെയും കാണുക എന്നുള്ളതാണ്. അതുപോലെ ഒരു റീഫ്രഷ്മെന്റ് കൊടുക്കുക. ഇടക്കിടക്കൊക്കെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുക. നമ്മളെ തിരക്കുകൾക്കിടയിൽ എനിക്ക് വേണ്ടി ശാന്തമായ കുറച്ച് സമയം എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്തിട്ട് ആ രൂപത്തിലേക്ക് കൊടുക്കാം. പിന്നെ നന്നായി ഭക്ഷണം കഴിക്കുകയും നന്നായി ഉറങ്ങുകയും ചെയ്യാം. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമുക്ക് വിശ്വാസമുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. വളരെ പ്രധാനമാണ്. നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ നന്നായി ഉറങ്ങാൻ വേണ്ട പരിസരം നമുക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊന്ന് എക്സസൈസ് ചെയ്യാം, അതൊരു ഗിഫ്റ്റാണ്. മറ്റൊന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ സെഫ് സാറൊക്കെ നിരന്തരം ട്രെയിനിങ്ങുകളിലൂടെ പറയുന്ന ഒരു സാധനത്തെ ഇതിലേക്ക് ചേർത്തി കെട്ടണം. ഇതൊക്കെ ഒരു ജേണലായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൂടി നമ്മൾ മാറുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിവേ, ഇതിനകത്ത് ഈ ഒരു ആശയത്തെ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്. ഒന്നുകൂടി അതിന്റെ ഒരു തലങ്ങളിലേക്ക് കൊണ്ടുപോയാൽ, സെൽഫ് ലവ് അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും
പേരിന് പറയുന്നു എന്നതിനപ്പുറം ഇതിന്റെ കോർ ആശയത്തെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ പ്രേമിക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ പ്രണയിനി നിങ്ങളെ തന്നെ ആക്കി മാറ്റുന്നുവെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായി 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കൂലേ? നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളുടെ ഫോട്ടോ കൊണ്ട് നടന്നത് എടുത്ത് നോക്കൂലേ? ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂലേ? നിങ്ങൾ ഓരോരുത്തരുടെയും കാണിക്കുന്ന ഇഷ്ടത്തെ നിങ്ങളിലേക്ക് ചേർത്തി കെട്ടിയാൽ അവനത് അപകടമാണ്. അവൻ എന്നോട് ദേഷ്യപ്പെട്ടാലും അവനത് അപകടമാണെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കൂല. ദാറ്റ്സ് റിയൽ ലവ് എന്ന് പറയുന്നിടത്ത് നമുക്കത് ചെയ്തൂടെ? ഭാവിയിൽ നമുക്ക് അപകടകരമാകുന്ന ഒരു സാധനവും നമ്മളെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാത്ത പോലെ നമുക്ക് വേണ്ടി നമ്മളത് ചെയ്യൂലെന്ന് പറഞ്ഞൂടെ? ഒരു ഉമ്മയും മക്കളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടതുപോലെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവനെ, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ ദൈവതുല്യമായ ആളുടെ എല്ലാ കപ്പാസിറ്റിയും ഉൾക്കൊള്ളുന്നത് പോലെ നമ്മളെ ഉൾക്കൊണ്ടൂടെ? നമുക്കുള്ള കപ്പാസിറ്റിയെ കോൺഫിഡൻസ് ആയി രൂപപ്പെടുത്തിക്കൂടെ? കൃത്യമായിട്ടും അതാണ്. അയാൾക്കൊക്കെ ഉഷാറായിട്ട് അത് ചെയ്യാൻ കഴിയും, എനിക്ക് ഉറപ്പാ എന്ന് നിങ്ങളെ പ്രണയിക്കുന്ന ഒരാൾ നിങ്ങളെ പറ്റി പറയുന്നത് പോലെ എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ സാധ്യമാവണമെങ്കിൽ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളെ സ്നേഹിക്കുക എന്നതാണ്. അതുപോലെ നമ്മൾ വേറൊരു കാര്യം പറയാം. നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി, നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ മക്കളുടെ കാത് കുത്തുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്, ഇഞ്ചക്ഷൻ വെക്കുന്നത് അവരെ അല്പം വേദനിപ്പിച്ചാൽ പോലും ആ വേദനയെ മറികടക്കുന്ന രൂപത്തിൽ അവരുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട കംഫർട്ട് പ്ലേസിനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എന്ന വിശ്വാസത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റന്റ് പ്ലഷർ മാറ്റിവെച്ച് ഒരു ഡിലേഡ് പ്ലഷേഴ്സിനെ നമ്മൾ സമർപ്പിക്കുന്നത്. ഇത് നമ്മളിൽ നമുക്ക് സാധ്യമാക്കിക്കൂടെ? ചില പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുന്നത് അത് ഒരു കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു കുറഞ്ഞ നിമിഷങ്ങളിലേക്കുള്ള പ്രയാസത്തിനപ്പുറം അത് നിന്റെ നന്മക്ക് വേണ്ടിയാണ്, ഇത് നിന്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ഇതിനെ മാറ്റണ്ടേ എന്നതാണ് ഇതിന്റെ ആകത്തുക. നമുക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള ആക്ടിവിറ്റി നിങ്ങൾ പ്ലാൻ ചെയ്യാതെ, നമ്മളെ സ്നേഹിക്കാനുള്ള ജേർണലുകൾ നിങ്ങൾ തയ്യാറാക്കാതെ, നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിനെ നിരന്തരം നമ്മൾ അജണ്ടകൾ നിശ്ചയിക്കാതെ ഞാൻ എന്നെ സ്നേഹിക്കാതിരിക്കുവോ എന്നുള്ള ഒരു ജനറൽ ടോക്കിന് അടിവരടുക എന്നതല്ലാതെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. സോ ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത്, എന്റെ സ്നേഹം എന്നത് എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നതാണ്. ഞാൻ അവസാനമായിട്ട് 1-2 പോയിന്റുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞു സെൽഫ് ലവ് എന്നത് സെൽഫ് കെയർ ആണ്. ഈ സെൽഫ് കെയർ ആവാൻ കാരണം ലവ് എന്നത് ഇതിന് എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് കെയർ സാധ്യമാക്കേണ്ട ഒരു 4-5 ഏരിയകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, സ്വന്തം ശരീരത്തെ പരിചരിക്കാൻ വേണ്ടതെല്ലാം നീ ചെയ്യണം. നീ സ്നേഹിക്കപ്പെടുന്ന ഒരാൾ പിന്നെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ വേണ്ടി പരിചരിക്കാൻ വേണ്ടി നിനക്ക് പറ്റണം. നിന്റെ അസുഖത്തെ അല്ലെങ്കിൽ നിന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കേണ്ടത് അവിടെയാണ്. സ്വന്തം മനസ്സിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മനസ്സിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. നമ്മൾ അപ്പോൾ പറയുന്നു മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ പോരാ, മക്കളോട് ചില പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകൾ വേണം, നല്ല സംസാരങ്ങൾ വേണം എന്ന് പറഞ്ഞതുപോലെ നിന്നെയും നിങ്ങൾ പരിഗണിക്കണം, നിന്റെ മനസ്സിനെ നിങ്ങൾ പരിഗണിക്കുകയും പരിചരിക്കുകയും വേണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്പിരിച്വൽ ആയിട്ട് നീ നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നിനക്ക് സപ്പോർട്ട് കൊടുക്കണം. നമ്മള് അന്ധമായി നമ്മളെ വിശ്വാസങ്ങളൊക്കെ നമ്മളെ വിശ്വാസമാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു ആപത്തിലകപ്പെടുന്നുവെങ്കിൽ നമ്മളോട് കാണിക്കേണ്ട സ്നേഹം മറ്റൊരാൾ ആപത്തിലകപ്പെടുന്നതിന്റെ അവരോട് നമ്മൾ സംസാരിക്കുന്ന പോലെയാണ്. പിന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട് എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനകത്ത് കൃത്യമായി ഞാൻ ക്ലാരിറ്റി വരുത്തുന്നതോട് ഞാൻ എന്നോട് ചെയ്യുന്ന പിന്നെ സ്നേഹത്തിന്റെ പ്രകടനമാണ് നമ്മൾ മനസ്സിലാക്കണം. ആസ്വാദകരമായ ആനന്ദകരമായ ചില നിമിഷങ്ങൾ രൂപപ്പെടുത്തുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന രൂപത്തിലേക്ക് അതിനെ കൊണ്ടുപോകണം. അതുപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചില പിന്നെ ഡെവലപ്മെന്റുകൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ ഗിഫ്റ്റായി കൊണ്ട് മാത്രമാണ് ഞാൻ കൈമാറുന്നത് എന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റണം. ഇമോഷണൽ ട്രീറ്റ്മെന്റുകൾ നടക്കണം. ഹോബീസ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ എനിക്ക് വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു പൂച്ചയെ വളർത്തുന്നത് എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ വീട്ടുവളപ്പിൽ ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കി പൂവിനെ കാണാൻ, അതിനകത്ത് പൂമ്പാറ്റയെ കാണാൻ ചെന്നിരിക്കുന്നത് എന്നോടുള്ള സ്നേഹത്തിന് വേണ്ടിയാണ്. ഞാൻ ഒരു അക്വേറിയം ഉണ്ടാക്കുന്നത്, അതിനകത്തുള്ള മത്സ്യങ്ങൾ നീന്തുന്നത് കാണാൻ വേണ്ടി, എനിക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കാമുകിക്ക് കാണാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു കൊടുക്കാറുണ്ടല്ലോ എന്നതും
പോലെ എനിക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്ന ഒരു നീയത്തിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ലവ് ബേർഡ്സ്, പക്ഷികൾ എൻ്റെ വീട്ടുമുറ്റത്തെ പെട്ടിയിൽ ഇങ്ങനെ പറന്ന് കളിക്കുന്നത് എനിക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നതിന്റെ ഇമ്പാക്റ്റ് ആണെന്നില്ല. പണം സേവ് ചെയ്യുന്നതും പ്രധാനമായും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി, കഴിഞ്ഞ 10 വർഷമായി പുതിയ ഫിലോസഫിക്കൽ കൺസെപ്റ്റിൽ പണം കൊണ്ടും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഞാൻ നേരത്തെ എല്ലാവരോടുള്ള സ്നേഹത്തിന്റെ കണക്ഷൻ പറഞ്ഞെടുത്ത്, കമ്പൽസറി നിങ്ങൾ പ്രണയിക്കേണ്ടത് നിങ്ങളെ രക്ഷിതാക്കളെ മാത്രമാണ്. അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് ചോയ്സാണ്. നിങ്ങൾക്ക് ആ ചോയ്സ് ആയ പ്രണയങ്ങളെല്ലാം നിങ്ങൾക്ക് പണം കൊടുത്തുകൂടി വാങ്ങാൻ കഴിയുന്നതാണ്. അതൊരു റിയാലിറ്റിയാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ കൃത്യമായി പഠിക്കുന്നതാണ്. കാരണം പണം എന്നത് വന്നത് ഒരു റിസോഴ്സാണ്. ലവ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ്. അപ്പൊ പണത്തെ ഞാൻ എൻ്റെ ഈ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് മറ്റൊരാൾക്ക് സമയം കൊടുക്കുന്നുവെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാമിനെ ആ സമയത്ത് എൻ്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് വിനിയോഗിച്ചത് കൊണ്ട് എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ മണി ഈക്വൽ ടു എനർജി പ്ലസ് ടൈം. എനർജി പ്ലസ് ടൈം ഈക്വൽ ടു ഓൾ. എല്ലാം അതാണ്. നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ സ്നേഹവും ഒക്കെ എനർജി പ്ലസ് ടൈമാണ്. അതിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് പണമെങ്കിൽ പണം കൊടുത്തു സ്നേഹം വാങ്ങാൻ കഴിയും. നിങ്ങളെ പണം കൊടുത്തു നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് അവസാനമായി എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളോടുള്ള സ്നേഹത്തിന് വേണ്ടിയാണ്. ആകാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന സുനിൽ പി ഇടയോളം പണ്ട് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ പലപ്പോഴും തമാശ രൂപേണ പറയാറുണ്ട്. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സാധനം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സാധനമാണ്. അതിനകത്തുള്ളൊരു തത്വമുണ്ട്. ഞാൻ വേണമെങ്കിൽ അവസാനിപ്പിക്കുന്നിടത്ത് ആ ഒരു സാധനം പറയാം. കാരണം ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നു, പക്ഷെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല. എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങളുണ്ട് എന്ന പോലെ എന്നെ കാണുന്ന നിങ്ങളുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട്. എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ നിങ്ങളെ ഞാൻ കാണുന്നു. തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല, നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട് എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട്. അല്ലാതെ നിങ്ങളെ മാത്രമായി എനിക്ക് കാണാൻ കഴിയില്ല. നിങ്ങളെ കാണുമ്പോൾ ഞാൻ എന്നെയും കാണുന്നുണ്ട്, എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെയും കാണുന്നുണ്ട്. ഇതൊരിക്കലും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവാത്ത രൂപത്തിൽ മനോഹരമായിട്ട് സുനിൽ പി ഇടയിളം പറഞ്ഞു വെച്ചൊരു വലിയ ഫിലോസഫിക്കൽ കൺസെപ്റ്റാണ്. ഇത് തമാശയായി കുറെ ട്രോളുകളൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നു. ഞാൻ പറയുന്നത് അതിനകത്തുള്ള ഒരു ക്രിറ്റിസിസംസ് അത് എന്തൊക്കെയോ പറഞ്ഞു പോയതിനപ്പുറത്തേക്ക് ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങളായിട്ടല്ല, ഞാൻ കാണുന്ന നിങ്ങളായിട്ടാണ് എന്ന് പറഞ്ഞാല് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നിങ്ങൾക്കൊരു മറയുണ്ട്. ഞാൻ കാണുന്നു എന്നതുകൊണ്ട് നിങ്ങളിൽ മാറ്റമുണ്ട്. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ചിലപ്പം ഞാൻ കാണുന്ന നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിഗ് വെക്കും, അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാക്കും, ലിപ്സ്റ്റിക് ഇടും. കാരണം അപ്പൊ ഒറിജിനാലിറ്റി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ സാധനത്തെ, വലിയ കൺസെപ്റ്റിനെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വലിയ ഡയലോഗാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യുന്നിടത്ത് ഈ സാധനങ്ങളൊന്നും ഇല്ല. നമ്മളെ അറിയാം. നമ്മളെത്ര വിഗ് വെച്ചാലും നമ്മളെ മുടിയെ പറ്റി നമുക്ക് ബോധ്യമുണ്ട്. നമ്മളെത്ര മേക്കപ്പ് ഇട്ടാലും നമ്മുടെ മുഖത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നിടത്ത് അവരെന്തു തന്നെ ആയാലും ഒരിക്കലും അവർക്ക് സൗന്ദര്യബോധം പോലും ഇല്ല. ഒരു നല്ല അമ്മ എൻ്റെ മകനെ സ്നേഹിക്കുന്നത് എത്ര രൂപിയാണെങ്കിലും പോലും ചേർത്ത് നിർത്തി കണ്ണിന്റെ നന്മകളെ കൊണ്ട്, കണ്ണിന്റെ തരിമണികളെ കൊണ്ട് മൂക്കിൽ വലിച്ചു കയറ്റുന്ന പോലെ ചുണ്ടുകൊണ്ട് ചുംബനം നൽകുന്ന ഏത് വിരൂപിയാണെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഒരു ലവിന്റെ ഡെഫിനിഷനാണ്. അതിനകത്ത് കുറെ അൺകണ്ടീഷണൽ സാധനങ്ങളാണ്. ഇത് നമുക്ക് നമ്മളോട് കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്റെ വിരൂപത്തെ പറ്റിയിട്ട് നമുക്ക് വിഷമം ഉണ്ടാവില്ല. തന്റെ അടുത്തുണ്ടാവുന്ന പരിമിതിയെ പറ്റിയിട്ട് നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നു എന്നിടത്താണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന ഒരു ഡയലോഗ്, ഒരു റിയൽ ലവ്
നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു റിയൽ ലവ് കണ്ടീഷൻ വെച്ചിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ 10 കണ്ടീഷനെ ഓരോ ദിവസവും അക്കമിട്ട് ടിക്കിട്ട് നിങ്ങൾ ഒരു 21 ദിവസം മുന്നോട്ട് പോയാൽ നിങ്ങളൊരു വലിയ നിങ്ങളാണ്. സമയം പരിമിതമാണ്. 6:30 മുന്നേ അവസാനിപ്പിക്കണമെന്ന നിയത്തിൽ തുടങ്ങിയതാണ്. ഞാൻ ഒരു സാധനം പറഞ്ഞത്രേ ഉള്ളൂ. ഇതിങ്ങനെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ്. പക്ഷേ വളരെ ടിപ്പിക്കലായിട്ട് 1 by 1 ആയിട്ട് സ്ലൈഡൊക്കെ ഇട്ട് ഇന്ന സാധനങ്ങൾ ഇന്ന് പേപ്പറിൽ എഴുതി പറഞ്ഞു എന്നാൽ ശരിയാവുന്ന ഒരു സാധനമല്ല. കുറച്ചും കൂടിയൊക്കെ ഇമോഷണൽ ടേസ്റ്റിൽ വളരെ സാവധാനത്തിൽ നിങ്ങളിലേക്ക് പറഞ്ഞ് ഇൻജക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് സെൽഫ് ലവ് എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. എന്തായാലും സന്തോഷം. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഗുഡ് ബൈ. യെസ് സർ, താങ്ക് യു താങ്ക്സ് ടു ഓൾ. നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം സെൽഫ് ലവ് അല്ലെ, അതായത് സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്നൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനെയും മനസ്സിനെയും രണ്ടിനെയും നമ്മൾ വേണ്ട രീതിയിൽ സ്നേഹിക്കണം. സ്നേഹിച്ചു വരുമ്പോൾ ശരീരത്തിന് കൊടുക്കേണ്ടതായ കാര്യങ്ങൾ, ഫുഡ്, അതുപോലെ റെസ്റ്റ്, റിലാക്സേഷൻ ഇതൊക്കെ കൊടുക്കണം. അതോടൊപ്പം മനസ്സിന് വേണ്ടതായിട്ടുള്ള റിലാക്സേഷൻ, പ്രയർ ആകാം, അങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സും ശരീരവും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മളിൽ നല്ലൊരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ, ആ ശരീരം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിലും നല്ലൊരു ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you. സാർ. ഇതിനാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്നാവാം. ആർക്കെങ്കിലും ഉണ്ടോ? ഷാജൻ സർ. സാർ താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് എനിക്ക് അത്രയും അങ്ങോട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ ഇത് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. കാരണം ഞാൻ ഇന്നലെ ഇതിനൊരു 6:30 കാരണം ഞാൻ പെട്ടെന്ന് ദിവസം എനിക്ക് കുറെ നോട്ട് ചെയ്തിട്ടുണ്ട് അതില്. ഇന്നലെ ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഒരു അമ്മ, അവിടെ ഒരു കുട്ടി സാധാരണ കുട്ടിയെ പോലെ അല്ല, അവന് ലേശം ബേക്കാണ്. അപ്പൊ അവന് സംസാരിക്കാൻ കഴിയുന്നില്ല, അവന്റെ മുഖം വെറുതാണ്. പക്ഷെ ആ അമ്മ മകനെ കെയർ ചെയ്യുന്ന പോലെ അവനോട് കേക്ക് മുറിച്ചിരുന്ന് കുറെ അധികം കഴിക്കുമ്പോൾ അവനോട് വേണ്ടാന്ന് പറയുന്ന പോലെ, വിരൂപിയായ മകനെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ആ സ്നേഹം നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നെങ്കിലാണ് ആ ഒരു വികാരമാണ് നമുക്ക് വേണ്ടത്. ആ വികാരം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ നമുക്ക് നമ്മളോട് പറ്റുന്നില്ല. അത് വലിയൊരു ക്ലാസ് ആണ് ശരിക്കും. നമുക്ക് ആ ഒരു മകനെ നോക്കുമ്പോൾ അവർ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നമുക്ക് നമ്മളോട് നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാഠം സാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. വളരെ താങ്ക്സ്. താങ്ക് യു സാർ. Thank you. Okay, thank you, Hi. ഷാജൻ സർ, so much. ഹായ്, മാജിക് മോർണിംഗ്. സിനിമ പറഞ്ഞോളൂ. നമുക്ക് ഇല്ലാത്തൊരു സംഭവം സാറ് പറഞ്ഞു, സെൽഫ് ലവ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മളെ ഫാമിലിയിലൊക്കെ ഉള്ള സ്നേഹം എന്ന് പറയുന്നത്, സാറോട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. റെസ്പെക്ട്, കൂടുതൽ റെസ്പെക്ട് കാണിക്കുന്നിടത്ത് സ്നേഹം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടാ? ഇപ്പൊ നമ്മളെ ഫാമിലിയില് അച്ഛനോട്, അമ്മോട്, അല്ലെങ്കിൽ ഇപ്പൊ മരുമക്കള് വന്നവര് അമ്മായിയമ്മോട്, അമ്മാസത്തിനോട്, മറ്റുള്ളവരോട് ഭയങ്കര റെസ്പെക്റ്റില് ഇങ്ങനെ അവര് വരുമ്പോഴേക്ക് നീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ അവരെ കാണുമ്പോ ഭയങ്കര ഭയഭക്തിയോട് കൂടിയിട്ടുള്ളത്, അങ്ങനെയുള്ളടത്തൊരു സ്നേഹം തന്നെ സംഭവം ഉണ്ടാവൂ? മറ്റൊരു രൂപത്തിൽ ഞാൻ ആൻസർ പറയാം. ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ശരിക്കും റിലേഷൻഷിപ്പാണ്. സ്നേഹത്തിന്റെ ഡെഫിനിഷനിൽ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് വ്യത്യസ്ത രൂപത്തിലുണ്ട്. അതിനകത്ത് റെസ്പെക്ട് റിലേഷനും ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് റിലേഷനും ഉണ്ട്. ഞാൻ മനസ്സിലാൻ വേണ്ടി കുറച്ചും കൂടി ഒരു സ്റ്റെപ്പും കൂടി എടുത്തിട്ട് പറയുന്നത്, കഴിഞ്ഞ ഒരു തലമുറ തന്റെ പിതാവിനോട് സ്നേഹിച്ചത് റെസ്പെക്ട് റിലേഷനാണ്, എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുകയാണ്. ഈ ഒരു തലമുറ തന്റെ പിതാവിനോട് കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് റിലേഷനാണ്.
Yes. അപ്പം ഇതിനകത്ത് ഏതാ റിലേഷനാണ് നല്ലത് എന്നതാണ് മാം പറഞ്ഞതിന് ആൻസർ. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. രണ്ടും രണ്ടാണ്. ചില എന്റെ വല്യപ്പമാർക്ക് ഒരു പക്ഷെ നിങ്ങൾ ഈ പറയപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ഉൾക്കൊള്ളാൻ പോലും സാധ്യമായി കൊള്ളുന്നില്ല. റിലേഷൻഷിപ്പ് ആണ് ശരിക്കും ലവ്. അത് ഏത് രൂപത്തിൽ എന്നതാണ്. ആക്ച്വലി ആസ്വദിക്കാൻ കഴിയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് തീർത്തും റെസ്പെക്ട് റിലേഷൻഷിപ്പ് അല്ല, അത് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പാണ്. ചേർത്ത് നിർത്തി അല്ലെങ്കിൽ തമാശകൾ പറഞ്ഞ് നമ്മുടെ ഇമോഷൻസിനെ പരസ്പരം ഷെയർ ചെയ്ത് കെയർ ചെയ്ത് ഉള്ളതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലാണ് സാധ്യമാവുന്നത്. ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനമാണ്. എനിവേ ലവ് ഇസ് പ്രൊപ്പോർഷണൽ ടു റിലേഷൻഷിപ്പ്. ഓക്കെ സാറേ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു സ്നേഹം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ. ഇത്രയേ ഉള്ളൂ. പിന്നെ +2 പഠിക്കുന്ന കാമുകനും കാമുകിയും തന്റെ മകന് വേണ്ടിയിട്ടല്ല, തന്റെ കാമുകിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയാവും. നമുക്കത് പരിചയമുള്ള. ഞാൻ ഏകദേശം 650 പെൺകുട്ടികൾ മാത്രം റെസിഡൻഷ്യൽ ആയിട്ട് താമസിച്ചു പഠിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഞാൻ. അപ്പം ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അവരിൽ 60% ആളുകൾക്കും പ്രണയം ഉണ്ട് എന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതിനകത്ത് ഓരോരുത്തരും അസ്വസ്ഥരാകുന്നത്, ഇവരിവിടെ റെസിഡൻഷ്യൽ ആയിട്ട് പഠിക്കുമ്പോൾ അസ്വസ്ഥരാകുന്നതും അവരെ കാണാൻ ശ്രമിക്കുന്നതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് മാത്രമല്ല, സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. കാമുകിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമോഷനാണ് ശരിക്കും ലവ്. ഇതെന്തുകൊണ്ട് നമുക്ക് നമ്മളിൽ സാധ്യമാക്കിക്കൂടാ? അതിനൊരു ട്യൂണിങ് ആണ്, ഇതിനൊരു ബാലൻസിങ് ആണ്. ശരിക്കും പലപ്പോഴും ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ ചാൻസ് കിട്ടിയപ്പോ പറയാണ്, നമ്മൾ ഒരു ഭാര്യ വീട്ടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, എന്നും ഭർത്താവിന് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ദിവസം ഇന്ന ഡിഷ് ആയിരിക്കണം, ഇന്ന ടേസ്റ്റ്, ഒരു ഭർത്താവ് പറയുന്ന ഒരു ചോദിക്കാറില്ല, ഭാര്യ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ മറ്റൊരാളോട് പറയുന്ന സമയത്ത് ഭാര്യക്ക് പറയാനുള്ളത്, എന്റെ ഭർത്താവിന് എന്നും വെറൈറ്റീസ് ഇങ്ങനെ ഉണ്ടാക്കണം, എനിക്കിതൊരു പണിയാ. ഇതൊരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടമുള്ള ടേസ്റ്റ് വ്യത്യസ്ത രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഭർത്താവ് അല്ല ഭക്ഷണം കഴിക്കുന്നത്, വീട്ടിലുള്ള മുഴുവൻ ആളുകളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഒരു ട്യൂണിങ്, ഭാര്യ പറയുന്നു, എന്റെ വീട്ടിൽ എനിക്കിഷ്ടമുള്ള സാധനം എന്നും ഞാൻ പരീക്ഷിക്കും, എന്നിട്ട് ഞാനും ഭർത്താവ് ഉൾപ്പെടെ ഇത് കഴിക്കും എന്നതൊരു ഒരു ജസ്റ്റ് ഒരു ട്യൂണിങ് മാത്രമാണ്. ഇതാണ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, കൂട്ടത്തിൽ മറ്റുള്ളവർക്കും ഇത് സാധ്യമാവട്ടെ എന്നതാണ് ഇതിനകത്തുള്ള ഒരു ചിന്ത. ഈ സാധനം എല്ലായിടത്തും കൊണ്ടുവരാൻ പറ്റും. തന്റെ മോനെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നിടത്ത്, പിന്നെ നമ്മൾ കിസ് ചെയ്യുന്നിടത്ത് പോലും നമ്മളിലുള്ള ഇമോഷൻസ് അങ്ങോട്ട് ഇറക്കി വെക്കുന്നത് പോലെ നമ്മൾ മറ്റൊരാളുടെ ഇമോഷൻസ് ഇങ്ങോട്ട് കയറ്റുന്നുണ്ട് എന്നുള്ള ഫീലിങ്സ് കൊണ്ടുവരാം. ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നു വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് വേണ്ടി, നമ്മൾ പ്രയോറിറ്റി എന്നുള്ള ഒരു സാധനത്തെ അതിനകത്ത് കൊണ്ടുവരാന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒരിക്കലും ഇതൊരു സ്വാർത്ഥതയൊന്നും അല്ല. ഇതിന്റെ ഇമ്പാക്ട്, ഇതിന്റെ റിസൾട്ട് അനുഭവിക്കുന്ന സമയത്ത് ഇത് കമ്പൽസറി സാധനമാണ്. ഓക്കെ, താങ്ക് യു ഷഫീഖ് സർ. ദെൻ സിന്ധു മാം, താങ്ക് യു. ഇനി ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സെക്ഷൻ ഹാൻഡിൽ ചെയ്ത ഷഫീഖ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ബി മാജിക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഷഫീഖ് സാർ, താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. Thank you, sir. താങ്ക് യു.